നമ്മുടെ വയറ്റിലെ നല്ല ബാക്ടീരിയാസ് വളരണമെങ്കിൽ പ്രോബയോട്ടിക്സ് എടുക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ അത് തെറ്റാണ്. പ്രോബയോട്ടിക്സിന് ഗുഡ് ഗട്ട് ബാക്ടീരിയാസ് കൂട്ടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പല രീതിയിലുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൈര്, കെഫീർ, കൊമ്പൂച്ച പോലത്തെ പ്രോബയോട്ടിക്സിൽ ബാക്ടീരിയ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇത് നമ്മുടെ വയറ്റിലെത്തുമ്പോൾ കളി മാറും. ഈ ബാക്ടീരിയാസ്, ഫോറിൻ ബാക്ടീരിയാസ് നമ്മുടെ വയറ്റിൽ വരുമ്പോൾ നമ്മുടെ വയറ്റിലെ സ്റ്റൊമക് ആസിഡ് ഇതിനെ കുളിപ്പിച്ച് വിടും. അങ്ങനെ 50% ഫോറിൻ ബാക്ടീരിയാസിന്റെ കാര്യം ഗുദാഹവ. അത് കഷ്ടപ്പെട്ട് മറികടന്ന് വരുന്ന ബാക്കി 50% ഫോറിൻ ബാക്ടീരിയാസിനെ കാണുമ്പോൾ നമ്മുടെ വയറ്റിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ബാക്ടീരിയാസ് പറയും, 24 തൊട്ട് 48 മണിക്കൂർ വരെ ഈ ഫോറിൻ ബാക്ടീരിയാസ് പിടിച്ചു നിൽക്കുമെങ്കിലും ന്യൂട്രിയൻസിന്റെ പേരിൽ നമ്മുടെ സ്വന്തം ബാക്ടീരിയാസുമായിട്ട് ഇവർക്ക് കമ്പീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ കളി അറിയാത്ത ഈ ഫോറിൻ ബാക്ടീരിയാസ് കളി നല്ലപോലെ അറിയാവുന്ന നമ്മുടെ സ്വന്തം ബാക്ടീരിയാസിന്റെ മുന്നിൽ മുട്ടുമടക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വയറിന് നല്ല കാര്യം തന്നെയാണ് പ്രോബയോട്ടിക്സ്. പക്ഷെ പ്രോബയോട്ടിക്സിനെക്കാട്ടിലും നമുക്ക് ആവശ്യം പ്രീബയോട്ടിക്സ് ആണ്. നമ്മുടെ വയറ്റിൽ ഓൾറെഡി ഉള്ള ഗുഡ് ഗട്ട് ബാക്ടീരിയാസിനെ ഫീഡ് ചെയ്യുന്നതാണ് പ്രീബയോട്ടിക്സിന്റെ പരിപാടി. നമുക്ക് വേണ്ടി ഒത്തിരി പണിയെടുക്കുന്നവരുടെ വിശപ്പ് മാറ്റിയിട്ട് പോരെ നമ്മൾ പുതിയ ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. സോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നേരെ കമന്റ് സെക്ഷനിലോട്ട് വെക്കോ. അവിടെ ബെസ്റ്റ് പ്രീബയോട്ടിക് സോഴ്സസ് ഞാൻ പറഞ്ഞുതരാം.